അതായത് അതിപ്പം അവിടെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പൊതുവെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം നമ്മൾ ആദ്യമേ കയറി ഇതാവില്ല. അതാണ് അതിനുള്ള ബേസിക് കാര്യം. നമ്മള് ഇപ്പം അതിപ്പോ അവിടെ ആ സിനിമയുടെ ലൊക്കേഷൻ ആയതുകൊണ്ടാണ്. ഇപ്പൊ നാളെ നമ്മളൊരു വീട്ടിൽ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ കയറി ആദ്യമേ ബഹളം വെക്കില്ല, നമ്മള് പയ്യെ അപ്പൊ അതായിരിക്കും ചേട്ടൻ ആദ്യമേ കണ്ട നമ്മളെ, മനസ്സിലായില്ല. അപ്പൊ അതേ കണക്ക് പിന്നെ ചേട്ടനെ അത് അക്സെപ്റ്റ് ആയി. ഓക്കെ, പിന്നെ അവർക്ക് ആ രീതി പറ്റുമെന്ന് ചേട്ടൻ തോന്നിയോണ്ടാണ് പിന്നെ പല രീതിയിലുള്ള റോളും കാര്യങ്ങളൊക്കെ മാറി തിരിഞ്ഞൊക്കെ വന്ന. അതായത് നമ്മളാ ചെല്ലുമ്പോഴേ സിനിമയിൽ നമ്മൾ അത്രയും ആക്റ്റീവ് ആയിരിക്കുമല്ലോ. കാര്യം നമ്മൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാര് നമ്മൾ ഇതോട്ടും ജീവിതത്തിൽ കാണാത്ത, അതായത് ഇപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ സെറ്റ് തന്നെ കണ്ട. മനസ്സിലായില്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് എങ്ങനെയാ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് അറിയത്തില്ല, തുറന്നു കയറുമ്പോൾ വേറെ സ്ഥലം. കാര്യം നമ്മൾ ഈ വീഡിയോ ഇടയിലായാലും അങ്ങനെ പോകുന്നില്ല, നമ്മളിപ്പോ പടത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ ചെല്ലുന്നത്, മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് അതൊക്കെ ഒരു പുതിയൊരു അനുഭവമാണ്. അത് കണക്ക് തന്നെ നമ്മളൊരു സ്ഥലത്ത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് ഇതായിട്ട് നിൽക്കും, അത് കഴിയുമ്പോൾ നമുക്ക് അതങ്ങ് മാറും. അല്ലാതെ ഈ കുമാർ മാമ ശരിക്കുള്ള ഒരാളാണോ? അല്ലല്ല, അത് നമ്മളെ പല വീഡിയോസിലായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ആളില്ല. അങ്ങനെ ആളില്ല അല്ലേ? ശരിക്കും അവിടെ അങ്ങനെ ഒരു ചായക്കടയും അങ്ങനെ ഒരു ചായക്കടക്കാരുണ്ട്. ആള് ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇത് ഒതുക്കിയെന്നെ. നമ്മളെല്ലാ വീഡിയോസിലും ചേട്ടൻ അറിയാൻ വേണ്ടി പറയാം, എല്ലാ വീഡിയോസിലും നമ്മൾ ഒരു ക്യാരക്ടർ കൊണ്ടുവരും. ആ ക്യാരക്ടർ അങ്ങനെ ആളില്ല നമ്മുടെ കൂട്ടത്തില്. കുമാർ മാമ എന്നാണ് പേര്. അതാ ചോദിച്ചത്, ഇല്ലാത്തൊരാളിന്റെ പേരിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കി പറയും. നമ്മുടെ മറ്റേ എന്താണ് ഇപ്പം നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് റീലിൽ അഭിനയിക്കുന്നതിന്റെ മീറ്റർ അല്ല, കുറച്ച് മാറ്റി ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ. അതിലേക്ക് എങ്ങനെയാന്ന് സെറ്റ് ആയതൊന്ന് പരുവപ്പെട്ടെ? നമുക്ക് ആദ്യം ഒരു 5 ദിവസം ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. വർക്ക്ഷോപ്പിൽ അതിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന് ഓരോന്ന് ചെയ്യിപ്പിച്ച്, പിന്നെ സിനിമയുടെ ആദ്യത്തെ ദിവസം രാജേഷ് മാഷെന്നാ വിളിക്കുന്നത്. രാജേഷ് ചേട്ടനായിരുന്നു, പുള്ളിയായിരുന്നു നമുക്ക് വർക്ക്ഷോപ്പിൽ എല്ലാ കാര്യങ്ങളും റീൽസിന്റെ മീറ്റർ നമുക്ക് 5 ദിവസം ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അതെ ലോഞ്ച് സിനിമ വാഴയാണ്. അപ്പോൾ 5 ദിവസം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അത് നല്ലപോലെ യൂസ്ഫുൾ ആയി. കാര്യം ഓരോ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് റീൽസിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഓരോ ഷോട്ട് എങ്ങനെയാണ്, അതായത് ഒരു സീൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് ഗൗരവത്തോടെ ചെയ്യണം, എന്ത് കാര്യം അതിൽ ഇടണം. അപ്പൊ നമുക്ക് നല്ല ഉപയോഗം വന്നു സിനിമയ്ക്ക്. അപ്പൊ നമ്മൾ ഓരോ ഷോട്ട് ഓരോ സീൻ ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ അത് ആ പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ല ഉപയോഗമായിട്ടുണ്ട്, നല്ല രീതിയിൽ ഇതായിട്ട്. അപ്പൊ സീൻ വൈസ് ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഇപ്പൊ റീലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ്, ഇപ്പൊ തലയിൽ ഒരു പൂ കുത്തി വെച്ചോന്ന് വെച്ചാൽ ഈ വലിയ ആളാണ് പറയുന്ന ഒരു ഒന്നുമില്ല, ചെറിയൊരു സൺഫ്ലവറിന്റെ പോലത്തെ ഒരു പൂ തലയെ കുത്തി വെച്ചിട്ടുണ്ട് ഇദ്ദേഹം. അപ്പൊ അത് കണ്ടിട്ട് പറയാണ് ഇത് തലയെ പൂ വെച്ച് കഴിഞ്ഞാൽ വലിയൊരാളാണ്. അത് ഭയങ്കര ചിരി ഉണ്ടാക്കുക നമുക്ക്. അതുപോലെ ഇപ്പൊ നമ്മൾ പലതരം ഫലൂഡകൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മെനുവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മോൺസ്റ്റർ ഫലൂഡ എന്ന് പറയുന്ന സാധനം മെനുവിൽ ഉണ്ടായിരുന്നല്ലോ, അത് ഇത്ര വലിയ സാധനമാണല്ലോ എന്ന് നമുക്ക് തോന്നുന്നത് നിങ്ങളുടെ റീൽ കാണുമ്പോഴാണ്. ഈ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് എങ്ങനെ സംസാരിച്ച് വരുന്നതാണോ? അതെങ്ങനെ പറയാം ബ്രോ, അത് പ്ലാൻ ചെയ്യുന്നതല്ല. ഇപ്പൊ നമ്മളിപ്പോ നോർമലി ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കിട്ടും, അത് റിയൽ ലൈഫിൽ ആൾക്കാർ നോർമലി പറഞ്ഞു പോണേ. അപ്പൊ നമ്മളെ വീഡിയോ ഇങ്ങനെ റിപ്പീറ്റ് വരുന്നതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ആ സമയത്ത് വലിയ ഫലൂഡയ്ക്ക് വേണ്ടി ഞാൻ മോൺസ്റ്റർ ഫലൂഡ കണ്ടിട്ടുണ്ട്. ഈ ഇതിലൊക്കെ ഫലൂഡ തന്നെ ഇത്രയുണ്ട്. ഇപ്പൊ മോൺസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തോ കൂടുതലുണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോ അത് കൂടുതൽ എടുത്ത് പറയാൻ വേണ്ടി ഞാൻ അവന്റെ അടുത്ത് അത് ഉപയോഗിച്ചു. അത് പിന്നെ പൂ ഇരിക്കുമ്പോ ഇവന്റെ മുഖത്ത് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അവനെ ഡയലോഗ് പറയുന്നതുമ്പോ അത് പറയും. അതൊന്നും സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ഡയലോഗ് ഒന്നും അല്ല. ഇപ്പൊ എന്നെ കാണുമ്പോൾ അവൻ എന്ത് പറയാൻ തോന്നുന്നു അത് ലൈവായിട്ട് വരുമ്പോഴാണ് ആൾക്കാർക്ക് ചിരി ഉണ്ടാകുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ഒരു അൺഐഡന്റിഫൈഡ് കെമിസ്ട്രി. അത് നമ്മൾ എത്ര കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഭംഗി കളയണ്ട, അത് നിലനിൽക്കട്ടെ, ഡൈസെക്ട് ചെയ്യണ്ട. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഓഡിയൻസ് ഉണ്ടെന്നും നിങ്ങളെ കാണാൻ വരുന്നും. ഇപ്പൊ കുറച്ച് എക്സ്ട്രീം പോയിട്ട് ആളുകൾ വാഴ 2 മുമ്പിൽ ദൃശ്യം വേർക്കും എന്നുള്ള രീതിയിൽ വരെ പോലും ആളുകൾ ഇതാക്കുക. അത് നിങ്ങളോടുള്ള വിശ്വാസം കാരണം കൊണ്ടാണ്. അപ്പൊ ഫാൻസ്, നിങ്ങളുടെ കണ്ടന്റ് ആഗ്രഹിക്കുന്ന ഒരു ഫാൻസ് ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ കുമാർ മാമയുടെ ചായക്കടയുടെ തമാശകളും, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രിപ്പ് പോകുമ്പോഴുള്ള തമാശകളും, നിങ്ങളുടെ ഇല്ലാത്ത കാമുകിമാരുടെ തമാശകളും, ലവ് ലൈഫിലെ തമാശകളും, അതിന്റെ എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ അല്ലെങ്കിൽ അതിന് മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ വാഴ 2 കിട്ടുമോ? ഇവരാദ്യം ദൃശ്യം 3 ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും. വിപിൻ ദാസും. അതെ, നിങ്ങൾ റീല് കാണുന്ന അതേ ഇമോഷൻ സിനിമയ്ക്കും കിട്ടുമോ? റീല് പോലെ അല്ല. ഇപ്പം റീല് പോലെ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. റീല് നിങ്ങൾ മാറ്റി നിർത്തിക്കോ. അതേ പറയാൻ പറ്റും. അപ്പൊ റീല് പോലെ ഇപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഞാൻ ഇപ്പൊ ഇത് പറയാനുള്ള ഒരു അവസരമാണ് പറയാണ്, റീല് പോലെയുള്ള വ്യക്തികളായിട്ട് കാണണ്ട. നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന 4 പേര് ഒരു സിനിമ ഇറങ്ങി അത് വന്ന് കണ്ടിട്ട് വേണം നിങ്ങൾ എന്താണ്
പറയാനുള്ള. അല്ലാതെ എന്താണ് നമുക്കും പറഞ്ഞുതരാൻ അറിയില്ല. കാര്യം നമ്മള് എന്താണ്, കണ്ടിട്ടില്ല, അതെ അതെ, കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അതെന്താണ് നിങ്ങൾ കണ്ടിട്ട് പറയണം. പക്ഷെ നമ്മളൊരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവർക്കും അത് എങ്ങനെ എങ്ങനെ ജഡ്ജ് ചെയ്യണം എങ്ങനെ അറിയില്ല. എങ്ങനെ നിങ്ങൾ ജഡ്ജ് ചെയ്യിക്കണം എന്ന് പറയാൻ അവർക്കും ഇതിൽ കിട്ടിയിട്ടില്ല. അവര് പറയുന്നതാണ് കറക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് വന്ന് കാണൂ ഫസ്റ്റ് അല്ലേ, ഇപ്പം ഇൻവൈറ്റ് ചെയ്യും. നമ്മൾ അറിയത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു, ഇതാണ് അപ്പൊ നിങ്ങൾ വന്ന് കണ്ട. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ അറിയാവുന്നുള്ളൊരു വിശ്വാസത്തിൽ പറയാണ്. അപ്പൊ നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കിയിട്ട് എന്താണ് നിങ്ങൾ അഭിപ്രായം പറയാം. കല്യാണത്തിൽ പങ്കെടുക്കൂ. അതെ അയച്ചോട്ടെ. ഇപ്പൊ ഈ നോർത്തിലൊക്കെ ഇപ്പൊ ഒരു 300K ഒക്കെ ഉള്ളൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഒക്കെ നടക്കുന്ന തന്നെ ഒരു ബോളിവുഡ് സ്റ്റാറിനെ പോലെയാ. ഡ്രസ്സപ്പ്, അവരുടെ യൂസ് ചെയ്യുന്ന കാറുകള്, അല്ലെങ്കിൽ അവരുടെ കിട്ടുന്ന പ്രൊമോഷനൊക്കെ. ഇവര് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ടാളുകൾ. അതായത് ഇവരെ നമുക്ക് എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്താലും വളരെ സാധാരണക്കാരനായിട്ടുള്ള ചെറുപ്പക്കാർ, സംസാരിക്കുമ്പോഴായാലും ശരി, ഡീൽ ചെയ്യുമ്പോഴായാലും ശരി, ഇവരുടെ സിംപ്ലിസിറ്റി പറ്റി രാജുവേട്ടന് എന്താ തോന്നുന്നത്? ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഓരോരുത്തരുടെ ഇപ്പൊ അവർക്കത് താല്പര്യം ഇല്ലായിരിക്കും. അവര് ഹോൾഡ് ചെയ്യുന്ന ഒരു മിനിമലിസത്വം ആയിരിക്കും അവരുടെ കംഫർട്ട് സോൺ. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ചിലർക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും കംഫർട്ടബിൾ ആയിട്ട്, മറ്റവർക്ക് അത് ബാധ്യതയായിരിക്കും. ഇപ്പൊ ഇവർക്ക് അത് ഹോൾഡ് ചെയ്യാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടോ ഒന്നും ആയിരിക്കില്ല, പക്ഷെ ചിലപ്പോ അവർ അൺകംഫർട്ടബിൾ ആവും. ഏതാണെന്നുള്ള ഒരാളുടെ ചോയ്സ് ആണ്. എന്താണ് ഇത്രയും സിമ്പിൾ ആവാനുള്ള? അല്ല, അതെങ്ങനെയാണെന്നറിയാം. അത് ഇപ്പൊ എനിക്കിപ്പോ നല്ല ഇച്ചിരി ബ്രാൻഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനും ഒരു അത് പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചില ആൾക്കാർ ചില ഇഷ്ടങ്ങൾ വരും, മനസ്സിലായി? അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചാണ്. ഇപ്പൊ എനിക്കിപ്പം ഡ്രസ്സിലായിരിക്കില്ല ചിലപ്പോ ഞാൻ പൈസ കൂടുതൽ ചെയ്യുന്ന, ഞാൻ ചിലപ്പം വേറെ എന്തെങ്കിലും കാര്യത്തിന് വാച്ചിലായിരിക്കും കൂടുതൽ ചെയ്യുന്ന, അല്ലെങ്കിൽ പെർഫ്യൂം ആയിരിക്കും, അല്ലെങ്കിൽ ഷൂ ആയിരിക്കും, മനസ്സിലായില്ലേ? ചില ആൾക്കാർക്ക് അത് അങ്ങനെ ചെയ്ത് നടക്കാൻ ഇഷ്ടമാണ്. സ്ഥലം വാങ്ങിച്ചിടുന്നതിലായിരിക്കും. അതെ 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 അതെ, അങ്ങനെ ചില ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇപ്പൊ എനിക്ക് ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മൾ നോർമലി ഇങ്ങനെയാണ്, അതായത് നമുക്കിതാണ് ഏറ്റവും ലാസ്റ്റ്. നേരത്തെയാണ് നമ്മൾ ഇങ്ങനെ തന്നെ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫുഡ് കഴിക്കാൻ പോണെങ്കിൽ തന്നെ നമുക്കൊരു ഇപ്പൊ ഇനി എത്ര പൈസ എന്ന് പറഞ്ഞാൽ എത്ര, ഒരു വലിയ കടയിൽ കയറിയാലും നമ്മൾ കുറച്ചൊന്ന് ഒതുങ്ങിപ്പോകും, നമ്മൾ ഇങ്ങനെ വലിയ ബഹളം ഇല്ലാതെ. പക്ഷെ നമ്മളതിൽ അറിയാത്ത കടലിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് സ്വഭാവം മാറും. ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ ഈ എവിടെയാണ് ആലുവയിൽ അകത്തെ ഒരു കഞ്ഞിക്കടയിൽ കയറി, അവിടെ വരുന്ന ആർക്കും നമ്മൾ അറിഞ്ഞൂടാ, അവിടെ കിടന്ന് അക്രമം വരുന്നു. ഫ്രീ ആയി, ചേട്ടാ പപ്പടം ഇവിടെ വന്നില്ല, ചേട്ടാ ഇത് വന്നില്ല, അത് വന്നില്ല. അതേസമയം വേറെ കടകളിലൊക്കെ ചെറിയ കയറി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ചേട്ടാ ഇതാ അങ്ങനെയാണ് ഇങ്ങനെയാണ് രീതി. അതെ, അല്ലാതെ അത് വേറെ ഒരു കാര്യം കൊണ്ടല്ല. സിംപ്ലിസിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ഓരോരുത്തരെ. ഇപ്പൊ നമ്മള് ഇതില് ഇങ്ങനെ ഒരു മേഖല അറിയപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ വേറെ ഇതേ കണക്കായിരിക്കും നമ്മൾ നിൽക്കുന്ന, മനസ്സിലായി? ഇതേ ഡ്രസ് ആയാലും കാര്യമായാലും ഏത് രീതിയാണെങ്കിലും. വിനീത് എന്നോട് പണ്ട് മലർവാടി ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ കാഷ്വൽ ടോക്കിൽ വിനീത് പറഞ്ഞൊരു സാധനം പെട്ടെന്ന് ഓർത്താ. ഇപ്പൊ വിഷ്ണു ഞാനും ഫ്രണ്ട്സാ. വിഷ്ണു ഭയങ്കര വെൽ ഓഫാ, ജോലി, പഠിത്തം, കോളേജ് കഴിഞ്ഞു വലിയൊരു കമ്പനി ജോലി കിട്ടി. ഞാൻ തോറ്റൊക്കെ നടക്കുക, സപ്ലൈക്ക് എഴുതി നടക്കുക. അപ്പൊ അടുത്തൊരു വരവിൽ അപ്പൊ അമേരിക്കയിലാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സുഹൃത്തുണ്ട്, നവീൻ എന്ന് പറഞ്ഞു.